ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഈ റെഫറൻസ് പിക്ക് വെച്ചിട്ടുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ക്രോപ്പ് ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്, ബ്ലൗസ് പോലെയല്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിൽ. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം വരുന്നത് ഹൈനെക്ക് പോലെയാണ് കേട്ടോ ബാക്ക് വശം വരുന്നത്. അപ്പോൾ നമ്മളിത് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാവുള്ളൂ. അധികം ബാക്ക് സൈഡ് ഇറക്കി കൊടുക്കരുത്. അപ്പം നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് വശം വരുന്നത് നമ്മൾ ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഫ്രണ്ട് വശത്ത് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറും നെക്കും കൂടി 2 പീസായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടപ്പോൾ ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അതേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെയിം അതേപോലെ തന്നെ നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് തന്നെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിന് ബാക്ക് സൈഡാണ് നമ്മൾ ഓപ്പൺ കൊടുത്തങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കൊളുത്ത് കൊടുക്കാനായിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. റെഫറൻസ് പിക്കിൽ കാണിച്ചേക്കുന്ന പോലെ ഒരുപാട് നെക്ക് അകൽച്ച കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളൊരു 4.25 ഇഞ്ച് ഫ്രണ്ടിൽ എന്നാലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് വൃത്തികേടില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് അത് കൊടുത്തത് കേട്ടോ. അതിൽ കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. പിന്നെ നമുക്ക് തയ്ച്ച് കൊടുക്കാനുണ്ടായിരുന്ന വിഷു സ്പെഷ്യലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വിഷുവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഒരു പട്ടുപാവാടയും ബ്ലൗസുമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് അധികം എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം തയ്ച്ചിട്ട് അന്നേരം തന്നെ കൊടുക്കണമായിരുന്നു. പിന്നെ അവർ ഇട്ടിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ അയച്ച് തന്നേക്കുന്നത്. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ തയ്ച്ചതൊക്കെ. പിന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നത് ബ്ലൗസാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പും പ്രിൻസസ് കട്ട് ബ്ലൗസും സാദാ സാരി ബ്ലൗസും അങ്ങനെ ബ്ലൗസിൻ്റെ ഒരു ജാഗര തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്തവണ ചുരിദാറൊന്നും അധികമായിട്ട് തയ്ക്കാനില്ലായിരുന്നു. മൊത്തം തയ്ക്കാനുണ്ടായിരുന്ന കട്ടിങ് ബ്ലൗസും പ്രിൻസസ് കട്ട് ബ്ലൗസുമാണ് തയ്ക്കാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ നമുക്ക് തയ്ക്കാനുണ്ടായിരുന്ന ഒരു സാരിയും അതിൻ്റെ ബ്ലൗസും ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നൈറ്റിയുടെ പീസ് ഉണ്ടായിരുന്നു ചുരിദാർ തയ്ക്കാനായിട്ട്, അതും സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇത് വളരെയധികം എനിക്ക് കളറും ഇതിൻ്റെ ആ കോമ്പിനേഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ ഇതും നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ പുറകെ വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.